ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നോ മേക്കപ്പ് ലുക്ക് ഫോർ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മേക്കപ്പ് ഉണ്ട്, മേക്കപ്പ് ഇല്ല എന്ന രീതിയിലുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ വലിയതായിട്ടൊന്നും ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ ആഡംബരമായി ഒന്നും ഒരുങ്ങാറില്ല. സിമ്പിൾ ലുക്കാണ് എല്ലാവരും ക്രിസ്മസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനൊരു സിമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളത് കണ്ടിട്ട് വരൂ. Let's get into the video. So make the curse, but see your blessing. So rip your shirt within a second. You'll be coming back for seconds. If you play, you just can't help. No, you'll play along. That'll lead you on. You can say no, then saying yes, 'cause you're messing with. ഇന്നത്തെ ലുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോ മേക്കപ്പ് ലുക്കാണ്. അതായത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടതാനും, പക്ഷേ നമുക്ക് ദൂരെ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് നമ്മുടെ മുഖത്ത് മേക്കപ്പ് ഇല്ല. അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ക്രിസ്മസ് ട്രീ റെഡിയാണ്. അപ്പം നമുക്കിനി റെഡിയാകാം, എന്നിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈമറാണ്. പ്രൈമർ ഇത് മാക്കിൻ്റെ പ്രപ്പ് ആൻഡ് പ്രൈമർ എന്ന് പറയുന്ന സംഭവമാണ്. അത് എനിക്ക് മാക് സ്റ്റോപ്പ് ക്രീം മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. അപ്പം അതെന്തായാലും നമുക്ക് പ്രൈമർ ഇടാം. പ്രൈമർ നമ്മൾ ഇടുന്നത് നമുക്ക് പോൾസ് ഉള്ളിടത്തും നമുക്ക് ബ്ലറായിട്ട് ഫീൽ ചെയ്യേണ്ട എവിടെയൊക്കെയാണോ അവിടെയൊക്കെയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യാറ്. അപ്പോൾ കുരുവിൻ്റെ പുറത്തും അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെ പാടുള്ളിടത്തും എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഡൾ ഫീലിംഗ് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് സ്കിന്നിൻ്റെ എല്ലായിടത്തും ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. നോക്കിയുണ്ട് ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് പോൾസ് കൂടുതൽ വരുന്നത്. അപ്പോൾ പോൾസ് ഉള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്യുക. സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺസീലർ പാലറ്റാണ്. ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പല കളർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് കളർ കറക്റ്ററോടാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ പർപ്പിൾ ഷെയ്ഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ കറക്റ്ററോടെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഈ യെലോയും ഡാർക്ക് ബ്രൗണും ഒക്കെ കോണ്ടോറിങ്ങിനും കൺസീലറും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു കളർ കറക്റ്റർ ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ നോ മേക്കപ്പ് ലുക്ക് നല്ല സൂപ്പറാകും. കളർ കറക്റ്റർ ഇല്ലാത്തവർക്ക് 2 ഓറഞ്ച് ലിപ്സ്റ്റിക് എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു റസ്റ്റ് ഓറഞ്ച് കളർ കിട്ടും. അല്ല റസ്റ്റ് ഓറഞ്ച് ലിപ്സ്റ്റിക് ഉള്ളവരാണെങ്കിൽ റസ്റ്റ് ഓറഞ്ച് ലിപ്സ്റ്റിക് എടുത്തിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിലും അതേപോലെ തന്നെ ഡാർക്ക് സർക്കിൾസിലും നമുക്ക് എവിടെയൊക്കെയാണ് അൺഈവൻ സ്കിന്നായിട്ട് തോന്നുന്നത് അവിടെയെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പം സാധാരണ ഈ ഓറഞ്ച് കളറാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത കണ്ണും അതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഫീഡ് ചെയ്യിപ്പിക്കാം. ഇത്തിരി പ്രോഡക്റ്റ് എടുക്കാൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. കണ്ടാലറിയാൻ പറ്റുമായിരിക്കും. നല്ലപോലെ ബ്ലെൻഡാക്കി ഇപ്പം തന്നെ ഒരു കളർ വ്യത്യാസം കാണാനില്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് പിമ്പിൾസിൻ്റെ സ്പോട്ടുള്ളിടത്തെല്ലാം അത് പിമ്പിൾ ഇരിക്കുന്നിടത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് 200 അത്രയും രൂപയും കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു നോ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പറ്റും. ഇന്നെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ക്രീം പ്രോഡക്റ്റ്സ് ആണ്. ഇതേപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ പിമ്പിൾസ്, എനിക്കിവിടെ ഒരു പിമ്പിളുണ്ട്. അപ്പം അവിടെ ഇപ്പം നമ്മുടെ മുഖം മൊത്തത്തിലൊരു നല്ല രസമായിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരുമാതിരി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൺസീലറാണ്. എൻ്റെ എപ്പോഴത്തെയും കൺസീലർ മെബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് മൾട്ടി യൂസ് കൺസീലറാണ്. ഷെയ്ഡ് കാരമലാണ് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ
തേച്ച് പിടിപ്പിച്ച്, അതായത് നമ്മുടെ കളർ കറക്റ്റർ തേച്ച് പിടിപ്പിച്ച് എല്ലായിടത്തും നമ്മൾ ഇത് യൂസ് ചെയ്യുക. സിമ്പിളാണ്, ഇതൊരു 5 മിനിറ്റ് പോലും വേണ്ട. അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ലുക്കാണ്. ബ്ലെൻഡിങ് ബ്രഷ് എടുക്കുക, ബ്ലെൻഡ്. നമ്മൾ പിമ്പിൾസിൻ്റെ പാടൊക്കെ ഇച്ചിരി സീത്രൂ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നല്ല രീതിയിലുള്ള മേക്കപ്പ് ലുക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം നല്ലപോലെ ഫെയ്ഡായിട്ടിരിക്കണം. പക്ഷേ ഈ നോ മേക്കപ്പ് ലുക്കിൽ നമ്മൾ ഇട്ടില്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് മാർക്സൊക്കെ നമുക്കിങ്ങനെ സീത്രൂ ആക്കിയിരിക്കണേ. ഇതൊക്കെ എൻ്റെ ഒരു ട്രിക്കേ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ആ ഓറഞ്ച് കറക്റ്ററും ഗ്രീൻ കറക്റ്ററും ഒക്കെ ഇട്ടത് നമുക്ക് പുറത്ത് കാണാൻ പാടില്ല. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ്. നല്ല ഡിഫറൻസ് അറിയാനില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യും. ഇത് എൽഫിൻ്റെ ഡീപ് ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് എനിക്ക് ഐബ്രോയിൽ അത്ര വലിയ പണിയൊന്നും അറിയത്തില്ല, പക്ഷേ ഐബ്രോ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? ഇതിപ്പോൾ എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോണേ. കാരണം നമ്മളിപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ കളർ പോയിരിക്കുമായിരിക്കും. അപ്പോൾ ആ കളറ് ശരിയായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടൂടാണ് നമ്മൾ നമ്മുടെ പീരികം അല്ലെങ്കിൽ ഐബ്രോ എഴുതണം എന്ന് പറയണത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് എന്താണ്? നമ്മുടെ കണ്ണിൽ പ്രത്യേകിച്ച് ഐഷാഡോ പാലറ്റൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് എടുക്കുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ബ്ലഷ് വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ലാക്മേ 925ൻ്റെ ബ്ലഷ് വെൽവെറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. എനിക്ക് പിങ്ക് കളറിൽ ഐഷാഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഐഷാഡോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഇത്രയും കൺസീലറൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് അവരിങ്ങനെ വെളുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ഉള്ള ലിപ്സ്റ്റിക്ക് വെച്ച് അങ്ങനെ ഒരു ഐഷാഡോ ഇടുക. ലോവർ ലൈനോട് നമ്മൾ ഇതിട്ട് തന്നെ ഒന്ന് എഴുതി കൊടുക്കുക. പിങ്ക് ഡ്രസ്സ് ആയതുകൊണ്ടാണ് ഞാൻ പിങ്ക് ഐഷാഡോ എടുത്തത്. ഇനി നമുക്ക് ബ്ലഷ്. അപ്പം ഞാൻ ബ്ലഷായിട്ട് ഷുഗറിൻ്റെ ബ്ലഷ് സ്റ്റിക്കായ 3 മൂവ് മാർബിൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അതേപോലെ തന്നെ മണം ഒരു രക്ഷയില്ല കേട്ടോ. മണം എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ മണത്തോണ്ടിരിക്കുക, അത്ര നല്ല മണമാണ് കേട്ടോ. മൂവ് മാർബിൾ എന്ന് പറയുന്ന ഷെയ്ഡ്, ഒരു മോം ടോണ് എന്ന ഒരു ബ്രൗൺ ഷെയ്ഡും ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ബ്രഷ് എടുത്ത് ഇതൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കും. നമ്മൾ ഫിനിഷിങ് വേണം എന്ത് കാര്യം ചെയ്താലും. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പം ഇത് നമ്മൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് അങ്ങ് വരെ എത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണേ. എന്നാൽ ബ്ലഷ് ഇട്ടിട്ടുണ്ട്, ബ്ലഷ് ഇട്ടിട്ടില്ല, അങ്ങ് മെൽറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇറങ്ങിയിരിക്കുന്ന പോലില്ലേ. വേണ്ടവർ ഇത്തിരി കൂടി ഇട്ടോണേ, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇടും. ഇങ്ങനെ ചിരിച്ചിട്ടിടുക. ക്രീം ബ്ലഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് ബ്ലെൻഡായിട്ട് പോകും. എന്ത് സാധനം ഇട്ടാലും നമുക്ക് ബ്ലെൻഡ് ആകണമല്ലോ. അപ്പോൾ ഈ പൗഡർ ബ്ലഷ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിലോട്ട് പറ്റി പോകത്തില്ല, പക്ഷേ ബ്ലെൻഡായിട്ട് പോകത്തില്ല. പകരം നമുക്കിങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണും.
ഈ ക്രീം പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് പോകും കേട്ടോ. അപ്പോൾ ക്രീം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. ഓയിലി സ്കിന്നുകാർക്ക് പൗഡർ പ്രോഡക്റ്റ് ആയിരിക്കും ഇത്തിരി കൂടെ നല്ലത്. കാരണം അല്ലെങ്കിൽ ക്രീം പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചിലപ്പം പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഇനിയും ഹൈലൈറ്റർ ഇടുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റർ സ്ട്രോബിങ് സ്റ്റിക്കായ മെബിലിൻ്റെ മാസ്റ്റർ സ്ട്രോബിങ് സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് പിങ്ക് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെ തേച്ച് പിടിച്ച് ടീസോൺ നമുക്കെവിടെയാണ് ഗ്ലോ കിട്ടേണ്ടത് അവിടെ എല്ലാം തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മുടെ കോളർ ബോണിൽ ഓക്കെ, ഇറങ്ങിയ കഴുത്താണെങ്കിൽ അപ്പം അവിടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല രസമായിരിക്കും കാണാൻ. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈസിലി ബ്ലെൻഡബിളുമാണ്. എന്നാൽ അവിടെ ഒരു തിളക്കവും കിട്ടി. നമ്മുടെ സ്കിൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങണം. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ്. നമുക്ക് വേണമെങ്കിൽ കണ്ണ് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. എഴുതണ്ട എങ്കിൽ മസ്കാര യൂസ് ചെയ്താൽ മാത്രം മതി. എൻ്റെ കണ്ണൊക്കെ എന്ന് പറയുന്നത് എഴുതി കൊടുത്താലേ ഒരു ഭംഗി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതാൻ പോകും. എനിക്ക് ഡാസ്ലറിൻ്റെ അല്ലെങ്കിൽ ലാറ്റക്സിൻ്റെ ഒക്കെയാണ് ഇഷ്ടം. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഐസ് വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടുള്ള തിൻ ലൈൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അടിയിൽ എഴുതി കൊടുക്കുക. അങ്ങനെ കണ്ണ് എഴുതിയിരിക്കുകയാണ്. കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്. സ്വിസ് ബ്യൂട്ടിയുടെ ബ്രോൺസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ന്യൂഡ് കളറാണ് കേട്ടോ. ഇനി ബ്ലഷ് ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് ഇത്തിരി കുറവാണ്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കേണ്ടവർക്ക് സെറ്റിംഗ് സ്പ്രേ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇനി മസ്കാര എഴുതിയപ്പോൾ തന്നെ കണ്ണ് വിടർന്നത് കണ്ടോ, ഇതേപോലെ ഇരിക്കണം. ഇതാണ് നമ്മുടെ സിമ്പിൾ നോ മേക്കപ്പ് ലുക്ക്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇനി ആക്സസറീസ് എല്ലാം കൂടി ഇട്ടിട്ട് റെഡിയായിട്ട് കാണിക്കാവേ. അപ്പം ഇതാണ് ഞാൻ ഒരുങ്ങിയത്. മൊത്തത്തിൽ എൻ്റെ ഔട്ട്ഫിറ്റ് കാണണ്ടേ. അപ്പം ഔട്ട്ഫിറ്റ് ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കാണിക്കാം. അതായത് വീനൊക്കെ ആയതുകൊണ്ട് ഞാൻ ലെയറായിട്ടൊരു നെക്ലേസ്, ഇയറിംഗ് ആയിട്ടൊരു ഹൂപ്പ് ഇട്ടു, പിന്നെ ഒരു ബോ വെച്ചു. അത് സ്റ്റാർസ് ഒക്കെയുള്ള ഒരു ബോയാണ്. അപ്പോൾ ക്രിസ്മസ് വൈബിന് പറ്റിയതാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഈ നോ മേക്കപ്പ് ലുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക, ക്രിസ്മസ് ട്രീ ഒരുക്കുക, ക്രിസ്മസ് ഗിഫ്റ്റ്സ് കൊടുക്കുക, ക്രിസ്മസ് കേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോവുക. അങ്ങനെ എല്ലാ രീതിയിലും നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ലുക്കും എൻ്റെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബെൽ ബട്ടണോട് അമർത്തണം. എങ്കിലേ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ചിലതൻ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഗൈസ്, ടാറ്റാ.